അടുത്ത പകലുകൾ अगले दिनों में നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന വേദികളിൽ जहां पर आप खड़े होते हैं, നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധനായവൻ എഴുന്നേറ്റ് നിൽക്കും. आपके अंदर में राज्य करने वाला पवित्र ഇവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നുകൊണ്ട് ये राजधानी में खड़े होकर ഭാരതത്തിന്റെ വടക്കോട്ടം वो भारत की തെക്കോട്ടം और दक्षिण കിഴക്ക് പടിഞ്ഞാറോട്ട് उत्तर पश्चिम पूर्व വിശുദ്ധിയുടെ നദിയെ തുറക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുന്ന ഹോളിനെസ്, വിശുദ്ധി, നമ്മിൽ വെളിപ്പെടുന്ന പരിശുദ്ധി, ഈ പരിശുദ്ധി കൊണ്ട് അൺക്ലീൻ സ്പിരിറ്റുകളെ പുറത്താക്കാൻ കഴിയുന്ന ഒരു സ്പിരിറ്റ് വലം ഇതിനകത്തുനിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. हमारे अंदर में प्रकट होने वाला पवित्रताई की शक्ति के द्वारा दुष्ट आत्मा की ताकतों को हम निकाल पाएंगे. എവിടൊക്കെ സ്ഥാപിക്കപ്പെടുന്നു അവിടെല്ലാം ഇത്തരത്തിലുള്ള ഉണർവിന്റെ ഒരു കൊടി ഉയരുന്നത് കാണാൻ കഴിയും. जहां कहीं भी प्रभु की राज्य की स्थापना होता है, इसी प्रकार की बदारी पहले वहां आ चुके हैं. നിശ്ചയമായിട്ടും ഇന്ന് പകലും കർത്താവ് അത് നമ്മുടെ മധ്യത്തിൽ ചെയ്യും. आज प्रभु हमारे बीच में वैसे ही करने वाले हैं. 12 മിനിറ്റുകൾ ആ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് हमारे हाथों को स्वर्ग की ओर उठाए, അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ച് अन्य भाषा में प्रार्थना करें. 12 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. 1-2 मिनट अब अन्य भाषा में प्रार्थना करें. കഴിഞ്ഞ രാത്രികളിലെല്ലാം നിർത്താൻ കഴിയാത്ത അളവിൽ വലിയ ആത്മമണ്ഡലം നമ്മുടെ മീതെ ചലിക്കുകയായിരുന്നു. बीते हुए रात में ऐसी उपस्थिति हम महसूस किया जो हम बंद कर नहीं पा रहा था. നാം അറിയാതെ നമ്മുടെ സ്പിരിറ്റിൽ വലിയ അപ്ഡേറ്റുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു. हम बिना जाने हमारी आत्मिक क्षेत्रों में कई अपडेशन हो रहा था. 2024 ഈ മാർച്ച് മാസത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴും അടുത്തൊരു 4-5 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവം പ്ലാൻ ചെയ്ത രഹസ്യങ്ങളെ ഇന്ന് ആത്മാവിൽ തുറന്നു കിട്ടുന്ന അളവിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കയറ്റിക്കൊണ്ടുപോകുകയാണ്. 2024 मार्च महीना में जब हम खड़े हैं, परमेश्वर आने वाला 4-5 साल में जो बातें होने जा रहे हैं आज ही पता करने का अभिषेक में प्रभु हमें पा रहे हैं. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. हाथों को उठाकर 1-2 मिनट प्रार्थना, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. अन्य भाषा में प्रार्थना करें. നിങ്ങളുടെ വലതും ഇടതും ഇരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുന്ന അളവിൽ പ്രാർത്ഥിക്കുക. जो आपका दाहिना बाएं बैठे हैं उनको सुनने की लायक आप अन्य भाषा में ऊंची आवाज में प्रार्थना करें. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. अन्य भाषा में प्रार्थना करें. ഈ ക്ലൈമറ്റ് മുഴുവനും ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നല്ലോ. ये वातावरण पूरा आत्मा से भरा हुआ है. തിളക്കമുള്ള ദൈവത്തിന്റെ മേഘം ഈ അന്തരീക്ഷത്തിനകത്ത് ഇറങ്ങട്ടെ. शोभामान प्रभु की महिमा यहाँ पर उतरने पाए. ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ എലിയാവ്, മോശ എന്ന പഴയ നിയമ പ്രവാചകന്മാർ അധികാരത്തോടെ എഴുന്നേറ്റതുപോലെ ഈ തലമുറയെ ആത്മാവിൽ തുറക്കാൻ അതോറിറ്റി ഉള്ള ചെലവിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. जैसे हमने कल देखा मूसा एलिया जैसे अधिकार रखने वाले खड़े हुआ उसी जमाने में, लेकिन आज उससे बढ़कर अधिकार के साथ कुछ लोग खड़े ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. ऊंची आवाज में प्रार्थना करें. യേശുവിൻ നാമത്തിൽ ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ ആത്മാവിൽ തുറക്കുകയാണ്. यीशु के नाम से हम आत्मा में इस वातावरण को खोल रहा है. യേശുവിൻ നാമത്തിൽ ഈ ക്ലൈമറ്റുകൾ ഞങ്ങളുടെ മീതെ തുറന്നു വരട്ടെ. ये मौसम हमारे ऊपर में खुल कर निकले. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से. കരങ്ങളെ അടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ताली बजाकर हम थोड़ी समय प्रभु को धन्यवाद करें. നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് അപ്ഡേറ്റുകൾ നമ്മളിൽ സംഭവിക്കുക. हम लगातार सुनते आ रहे हमारे अंदर में अपडेट्स होना जरूरी है. ദൈവം നമ്മെ ഉപയോഗിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യ പദ്ധതികളിൽ നാം പ്രയോജനപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ട്രാക്കിൽ ഓടിയെത്തുവാൻ നമുക്ക് കഴിയണം. परमेश्वर जो भेद की सेवा हमारे लिए रखा है उसी पर पहुंचने के लिए जो ट्रैक प्रभु हमें रखा है, हमारे लिए रखा हुआ, हम पर पहुंचना जरूरी है. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരികയാണ്. मरकुस की सुसमाचार से एक आयत में आपके बीच में लाना चाहता हूं. യേശു പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിനകത്ത് അശുദ്ധയാത്മാവ് വ്യാപരിച്ച ഒരാളിൽ നിന്ന് ദുരാത്മാവ് പുറത്തു വരാൻ തുടങ്ങി. जब यीशु जो है आराधनालय में प्रचार कर रहा था, दुष्ट आत्मा से ग्रसित एक व्यक्ति को छुटकारा मिला है. യേശുവിന്റെ വാക്കുകൾ വിസ്മയമുള്ളതായിരുന്നു. പക്ഷേ യേശുവിന്റെ വാക്കുകൾക്കകത്ത് ജനിച്ച അധികാരം സാത്താനെ പുറത്തു കൊണ്ടുവന്നു. और यीशु मसीह की बातों में सुनने की लायक था, लेकिन उससे बढ़कर एक सामर्थ्य जो है दुष्ट आत्मा को निकला है. പിശാചി യേശുവിനോട് പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. वहां पर शैतान जो यीशु को बोला हुआ 3
महत्वपूर्ण बातें हैं। മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നസ്രയനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? और मरकुस की सुसमाचार पहला अध्याय की 24वां वचन, यीशु हम और तुम्हारे बीच में क्या संबंध है? ഒന്ന്, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്താണ്? हमारे और तुम्हारे बीच में क्या संबंध है? രണ്ട്, നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നത്? क्या तू हमें बर्बाद करने के लिए आए हो? മൂന്ന്, സാത്താൻ തന്നെ പറയുന്ന വാക്കുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുന്നു. और शैतान फिर कहते मैं जानता हूं तू परमेश्वर की पवित्र पुत्र है. സാത്താൻ യേശുവിനെ നോക്കി പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്നതാണ്. और शैतान प्रभु को देख करके बोला हुआ महत्वपूर्ण बातों में से एक है. വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ ഈ ആലയത്തിൽ വരുന്നുണ്ട്. कई सालों से ये व्यक्ति इस मंदिर में आते हैं, നിരവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. कई प्रचार सुन चुके हैं. ഒരുപക്ഷെ യേശു ഇതിനു മുമ്പ് ഈ ആലയത്തിൽ വന്നപ്പോഴും ഈ മനുഷ്യന്റെ സാന്നിധ്യം അവിടെ यीशु ഉണ്ടായിരുന്നു. पहले भी जब इस मंदिर में आया था ये व्यक्ति वहां मौजूद था. പക്ഷെ അവൻ ആലയത്തിൽ വന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ जब वो मंदिर में आकर के वचन से बोलने लगा, ദുരാത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു. दुष्टात्मा जो है प्रकट हुआ है. ഒരു വാക്കാണ് ആ ദുരാത്മ പറയുന്നത്, वो दुष्टात्मा एक बात कहा है, എന്റെ വർഷങ്ങളായുള്ള സ്വസ്ഥത നശിപ്പിച്ചത് നീയാണ്. कई साल का जो आराम की जिंदगी तूने बर्बाद किया है, നിന്റെ സാന്നിധ്യമല്ല എന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവന്നത്. और तेरी उपस्थिति नहीं है जो मेरी परिस्थिति को बदला. നീ വായിച്ച വാക്കുകളോ നീ പറഞ്ഞ പദങ്ങളോ അല്ല എന്റെ ഇരിപ്പിടത്തിൽ നിന്നും എന്നെ ഇളക്കിയത്. जो तूने पढ़ा है वो नहीं, तुम्हारी बात नहीं जो मुझे हिलाया है. കാരണം നീ പറഞ്ഞ വാക്കുകളെക്കാൾ ശക്തമാണ് നിന്നിലേക്ക് നോക്കുമ്പോൾ നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞാൻ അറിയുന്നു. तेरे बोली से भी बढ़कर है. तेरी ओर जब मैं देखता हूं तू ये कहा है तो पवित्र परमेश्वर का पुत्र है. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധയാത്മാവ് പുറത്താകുന്നത് വിശുദ്ധിയുടെ മുൻപിലാണ്. जो अपवित्र आत्मा है, जो दुष्ट आत्मा है, वो पवित्र आत्मा के सामने निकल कर चले जाते हैं. ക്രിസ്തുവിൽ വ്യാപരിച്ച ഹോളിനെസ്, പരിശുദ്ധിയുടെ മുൻപിൽ അൺക്ലീൻ സ്പിരിറ്റിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. यीशु मसीह में जो प्रकट किया गया पवित्रताई की आत्मा में दुष्ट आत्मा नहीं रह सका. യോഹന്നാൻ അതിന് കൊടുക്കുന്ന വാക്കിതാണ്, ഞങ്ങൾ അവങ്കലുള്ള തേജസ് പിതാവിങ്കൽ നിന്നുള്ള തേജസ്സായി കണ്ടു. और हम उनको दिया हुआ महिमा पिता की महिमा जैसे समझा. എന്നോട് പരിശുദ്ധയാത്മാവ് പറഞ്ഞ ഒരു ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. पवित्र आत्मा जो मेरे अंदर में डाला हुआ एक संदेश आपको देकर मैं प्रार्थना करना चाहता हूँ. നമ്മിൽ വെളിപ്പെടുന്ന ഹോളിനെസ്, വിശുദ്ധി, നമ്മിൽ വെളിപ്പെടുന്ന പരിശുദ്ധി, ഈ പരിശുദ്ധി കൊണ്ട് അൺക്ലീൻ സ്പിരിറ്റുകളെ പുറത്താക്കാൻ കഴിയുന്ന ഒരു സ്പിരിറ്റ് വലം ഇതിനകത്തുനിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. हमारे अंदर में प्रकट होने वाला पवित्रताई की शक्ति के द्वारा दुष्ट आत्मा की ताकतों को हम निकाल पाएंगे. വലിയ വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ നിനക്ക് കഴിവില്ലായിരിക്കും. शायद आप अच्छा से बोल नहीं पाएंगे. വലിയ അക്ഷര വിദ്യാഭ്യാസം ഒരുപക്ഷെ शायद നിനക്കുണ്ടാകണമെന്നില്ല. आपको एक अच्छा पढ़ाई नहीं होगा. വചനത്തിന്റെ ആഴം പറയാൻ നിനക്ക് കാണില്ല. वचन की गहराई की बात नहीं बोल पाएंगे. പക്ഷെ സാത്താനെ തൊടാൻ കഴിയാത്ത ഹോളിനെസ് നിന്റെ അകത്തുണ്ടെങ്കിൽ, लेकिन पवित्रताई जो शैतान छू नहीं सकता है अगर आपके अंदर है तो. എന്നോട് ഡൽഹിയിൽ വ്യാപരിക്കുന്ന സാത്താന്യ ലോകത്തെ നോക്കി वो दिल्ली में चलने वाले शैतान की गढ़ों को ഈ देखा. വാക്ക് ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. मैं घोषणा करता हूँ, വിശുദ്ധി കൊണ്ട് ദൈവരാജ്യം പണിയുന്ന, वो पवित्रताई से प्रभु की राज्य खड़ा करे. പരിശുദ്ധി കൊണ്ട് അൺക്ലീൻ സ്പിരിറ്റിനെ പുറത്താക്കുന്ന, पवित्रताई से दुष्टात्मा की ताकतों को निकाले. എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ഡിവൈൻ ഹോളിനെസ് കൊണ്ട് ശത്രുവിന്റെ രാജ്യത്തെ ഇടിച്ചു കളയുന്ന, प्रभु की जो पवित्रताई हमारे अंदर में कार्य कर रहे शैतान की गढ़ों को ढा देने के लिए. പരിശുദ്ധിയുടെ വെളിപ്പാട്, वो प्रकाशन जो पवित्रताई का, ഹോളിനെസിന്റെ വെളിപ്പാട്, पवित्रताई की प्रकाशन, വിശുദ്ധിയുടെ വെളിപ്പാട് पवित्रताई की प्रकाशन. ഇന്ന് ഈ ജനത്തിന് മീതെ ആത്മാവ് കൈമാറുകയാണ്. आत्मा यहाँ में लोगों के ऊपर में उंडेल रहे. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞത് विश्वास करने वाले लोग आमीन कहे. ഹല്ലേലൂയ. हालेलुया. അഭിഷേകത്തിന് പരിമിതികളില്ല. अभिषेक के लिए कोई सीमा नहीं है. അഭിഷേകത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. अभिषेक के लिए कोई पाबंदी नहीं है. പക്ഷെ അഭിഷേകവും പരിമിതപ്പെടുന്ന അറ്റ്മോസ്ഫിയറുകൾ ഉണ്ടാകാറുണ്ട്. लेकिन कभी कभी ऐसे परिस्थितियां खड़े होते हैं जहां पर अभिषेक सीमित होते हैं. ഒരു ദിവസം ശമൂവേൽ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. एक दिन शमूएल भविष्यवक्ता को प्रभु खड़ा किया. ദൈവം പറഞ്ഞു, നീ വേഗത്തിൽ നിന്റെ കൊമ്പിൽ അഭിഷേക തൈലം എടുക്കുക. प्रभु उनसे कहा है तू अपने सिंग में अभिषेक की तेल लेना है. ദൈവം അവനെ അയക്കുന്നത് ഇശായിയുടെ വീട്ടിലേക്കാണ്. प्रभु उनको ईशाई की घर में भेजा है. കയ്യിലിരിക്കുന്ന അഭിഷേക തൈലവുമായി हाथ में जो अभिषेक की तेल लेकर ഇശായിയുടെ വീട്ടിലേക്ക് പ്രവാചകൻ പോകുന്നു. ईशाई की घर की ओर भविष्यवक्ता जा रहे हैं. നിങ്ങൾക്ക് തോന്നരുത് അടുത്തൊരു രാജാവിനെ
രാജാവിനെ അഭിഷേകം ചെയ്യാനുള്ള സന്തോഷത്തിലാണ് ശമൂവേൽ പോകുന്നത് എന്ന് നിങ്ങൾ തോന്നരുത്. आप ना सोचे शमूएल खुश था जाकर राजा को अभिषेक करने के लिए. ഒരു ദാവീദിനെ എഴുന്നേൽപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ ആണ് ശമൂവേൽ പോകുന്നത് എന്ന് ധരിക്കരുത്. आप ये ना सोचे दाऊद को खड़ा करना है, अभिषेक करना है, यही सोच में वो जा रहा था. ബൈബിൾ പഠിപ്പിക്കുന്നു ശമൂവേൽ കരഞ്ഞുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. शमूएल अभी रोक कर जा रहे उस घर की ओर. കയ്യിലിരിക്കുന്ന അഭിഷേക തൈലം ഭയത്തോടെയാണ് അവൻ പിടിക്കുന്നത്. हाथ में रखा हुआ अभिषेक की तेल जो है डर के साथ ले जा रहे हैं. ശമൂവേൽ പറയുന്ന ഒരു വാക്കുണ്ട്. शमूएल एक बात कहते हैं 40 കൊല്ലം മുമ്പ് 40 साल पहले ഈ അഭിഷേക തൈലം यही अभिषेक की तेल ഒരുവന്റെ മീതെ ഒഴിച്ചു. मैं किसी और के ऊपर उंडेला था. അന്ന് അവൻ രാജാവായി മാറി. अब वो राजा बन गया. പക്ഷെ ഇന്ന് ഈ അഭിഷേക തൈലത്തിന്റെ പ്രത്യേകത लेकिन आज ये अभिषेक तेल की खासियत ഒരുത്തനെ തള്ളി അഭിഷേകം वो एक को गिराने वाली अभिषेक മറ്റൊരുത്തനെ രാജാവായി ഉയർത്തുകയാണ്. दूसरा एक व्यक्ति को राजा के तौर पर खड़ा कर रहे. ദൈവാത്മാവനോട് പറയുന്നു आत्मा कहते हैं തള്ളാൻ ഈ അഭിഷേകത്തിന് പറ്റും. वो ये अभिषेक कुछ को तिरस्कार कर सकते हैं. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. आप गलत ना समझे. ഒരുത്തനെ പുറത്താക്കാൻ ഈ അഭിഷേകത്തിന് പറ്റും. ये अभिषेक कुछ लोगों को धकेल सकता है बाहर की ഒരുത്തനെ ओर. തള്ളി അഭിഷേകം किसी को छोड़ने वाली अभिषेक മറ്റൊരുത്തനെ അതിനു വേണ്ടി നിയമിക്കുകയാണ്. और दूसरा व्यक्ति को उसी के लिए फिर खड़ा करने वाली अभिषेक. അഭിഷേകം ക്യാരക്ടറുമായി കണക്റ്റഡ് ആണ്. अभिषेक हमारी स्वभाव से जुड़े हैं. അഭിഷേകം വ്യക്തിത്വമായി ബന്ധമുള്ളതാണ്. अभिषेक हमारे व्यक्तित्व के साथ जुड़े हैं. ക്യാരക്ടർ ചേഞ്ച് ആയാൽ അഭിഷേകത്തിന്റെ റേഞ്ചിന് മാറ്റമുണ്ടാകും. स्वभाव बदल जाते हैं तो अभिषेक की गुणवत्ताओं में भी बदलाव നിന്നെ आएगा. തള്ളാൻ ഈ അഭിഷേകത്തിന് പറ്റും. ये अभिषेक आपको गिरा सकते हैं. ഈ അഭിഷേകത്തിന് നിന്നെ ഉയർത്താനും ये കഴിയും. अभिषेक आपको ऊंचा भी कर सकते हैं. എന്നാൽ ഹോളിനെസിന്റെ പ്രത്യേകത लेकिन पवित्रताई की विशेषता അവിടെ ഉയർത്തുക തള്ളുക എന്ന വ്യക്തിത്വമില്ല. किसी को उठाता नहीं है, किसी को गिराता भी नहीं है. മഹത്വപൂർണനായ ദൈവം, महिमामयी परमेश्वर, തേജോമയനായ ദൈവം तेज में रहने वाली തന്റെ परमेश्वर, ആളത്വത്തിൽ എങ്ങനെ വാഴുന്നുവോ जैसे वो अपने व्यक्तित्व में राज्य करते हैं അതേ അളവിൽ തന്നെ वही ताकत में, അതേ അളവിൽ തന്നെ वही ताकत में, അതേ അളവിൽ തന്നെ वही मात्रा में ഹോളിനെസിനകത്തേക്ക് ഇറങ്ങി നിൽക്കും. वो पवित्रताई में उतरते हैं. എന്നോട് ദൈവം പറയുന്നു आत्मा कहते हैं മഹത്വത്തെ महिमा को, തേജസ്സിനെ तेज को തേജസ്സായി തന്നെ അവതരിപ്പിക്കാൻ महिमा ही करके प्रकट करेंगे. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ സ്വീകരിക്കുക. स्वीकार करे आज जो स्वीकार करना चाहते हैं. തേജസ്സിനെ महिमा को തേജസ്സായി തന്നെ അവതരിപ്പിക്കാൻ महिमा के साथ ही हम प्रकट कर सकते हैं. അഭിഷേകമുള്ളവർ ഈ തലമുറയിൽ ആയിരക്കണക്കിനുണ്ട്. अभिषिक्त लोग हजारों हैं इस जमाने में. എന്നാൽ പരിശുദ്ധിക്കകത്ത് അൺക്ലീൻ സ്പിരിറ്റിനെ പുറത്താക്കുന്നവര് ഈ തലമുറയിൽ ആവശ്യമാണ്. लेकिन पवित्रताई में रहकर दुष्ट आत्माओं को निकालने वाले एक पीढ़ी को इस जमाने में जरूरत है. അന്യഭാഷ പറയാൻ എളുപ്പമാണ്, अन्य भाषा बोलना आसान है, കൈയടിക്കാൻ എളുപ്പമാണ്, ताली बजाना आसान है, ആത്മാവിൽ ഒഴുകാൻ എളുപ്പമാണ്. आत्मा में बहना आसान പക്ഷെ है. പരിശുദ്ധാത്മ പറയുന്നു लेकिन पवित्र आत्मा कहते हैं എന്റെ ഹോളിനെസിനകത്ത് നിൽക്കാൻ मेरी पवित्रताई में रहने के लिए ഞാനാകുന്നവൻ, मैं जो हूँ ഞാനാകുന്നു, सो हूँ, ഞാനാകുന്നവൻ, मैं जो हूँ मैं सो हूँ, ഞാനാകുന്നു, मैं सो हूँ, ഞാനാകുന്നവൻ, मैं जो हूँ ഞാനാകുന്നു, सो हूँ, ഞാനാകുന്നവൻ, मैं जो हूँ ഞാനാകുന്നു, सो हूँ, ഞാനാകുന്നവൻ, मैं जो हूँ ഞാനാകുന്നു, सो हूँ, ഞാനാകുന്നവൻ, मैं जो हूँ ഞാനാകുന്നു. सो हूँ. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കാൻ ऐसे प्रभु के लिए खड़ा रहने के लिए നീ ആരാണെന്ന് तू जो भी है ഹോളിനെസിന്റെ പ്രൊഫൈൽ കൊണ്ട് വെളിപ്പെടുത്താൻ वो पवित्रताई की परिचय से आपको परिचय दिलाने के लिए ഇന്ന് ആത്മാവിന് ഒരു തലമുറ ആവശ്യമുണ്ട്. एक आत्मा में एक पीढ़ी की जरूरत है. അടുത്ത 8-10 മണിക്കൂർ കൊണ്ട് ഈ മീറ്റിംഗ് ആശീർവാദം പറയും. अगले 8-10 घंटों से इस मीटिंग समाप्त हो जाएंगे. നാളെ രാവിലെ നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് എത്തും. कल सुबह हम सब लोग अपने घर पहुंच जाएंगे. കുറെ പേര് കേരളത്തിൽ പോകും, कुछ लोग केरला जाएंगे, കുറെ പേര് ഈ സംസ്ഥാനത്ത് തന്നെയുണ്ട്. कुछ लोग इसी राज्य में रहेंगे. മറ്റു രാജ്യങ്ങളിലോട്ടോ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടോ നമ്മൾ ചിതറിപ്പോകും. कई देश कई राज्यों में हम सब लोग निकल जाएंगे. ഇന്ന് ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് लेकिन यहाँ से लौटने की पहले ഹോളിനെസ് മാനെ രജിസ്റ്റർ ചെയ്യണം. आपकी पवित्रताई की व्यक्तित्व को वहां
रजिस्टर करे ദൈവത്തിന് എപ്പോഴും ആക്സസ് ഉള്ള प्रभु हमेशा पाने के लायक ദൈവത്തിന് ദൈവമായി ഇറങ്ങി നിൽക്കുന്ന प्रभु अपने आप को प्रकट करने നിന്റെ लायक ഹോളിനെസ് പ്രൊഫൈലിനെ आपका पवित्रताई की प्रोफाइल में സ്പിരിറ്റിൽ രജിസ്റ്റർ ചെയ്യുക. वो अपने आप को रजिस्टर करे വായികൾ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, खोल कर कहे കൈയൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ, हाथ उठा कर कहे ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞേ, ऊंचा आवाज में कहे പരിശുദ്ധനായ ദൈവം. पवित्र परमेश्वर വായികൾ തുറന്നു പറ, പരിശുദ്ധനായ ദൈവം. खोल कर कहे पवित्र വായി परमेश्वर തുറന്നു പറ, പരിശുദ്ധൻ. पवित्र വായി തുറക്ക്, പരിശുദ്ധൻ, मुंह खोल कर कहे पवित्र പരിശുദ്ധൻ, पवित्र പരിശുദ്ധൻ, पवित्र പരിശുദ്ധൻ, पवित्र परमेश्वर പരിശുദ്ധൻ, पवित्र परमेश्वर പരിശുദ്ധൻ, पवित्र परमेश्वर പരിശുദ്ധൻ, पवित्र परमेश्वर പരിശുദ്ധൻ. पवित्र ഈ परमेश्वर ക്ലൈമറ്റ് മാറുകയാണ്. കൈകൾ ഉയർത്തിപ്പിടിക്കുക. हाथ उठा कर रखे 1-2 മിനിറ്റുകൾ 1-2 मिनट ഈ വാക്കുകൾ ആവർത്തിക്കുക. आप इस बातों को दोहराएं പരിശുദ്ധൻ, पवित्र परमेश्वर പരിശുദ്ധൻ, पवित्र परमेश्वर പരിശുദ്ധൻ. पवित्र परमेश्वर എനിക്ക് ഭയങ്കര കൃത്യമാണ്, ചിലരുടെ മീതെ അങ്ങനത്തെ ഒരു വസ്ത്രം ദൈവാത്മാവ് ധരിപ്പിക്കുന്നു. मैं पूरा यकीन करता हूँ कुछ लोगों को ऐसे पवित्रता की वस्त्र से प्रभु पहना रहे हैं എനിക്ക് കൃത്യമായിട്ട് അത് കാണാം. मैं देख पा रहा हूँ ചിലരുടെ വസ്ത്രത്തിൽ അങ്ങനത്തെ ഗ്രേഡുകളിൽ അവർ കയറിയതിന്റെ സൈനികൾ ദൈവാത്മാവ് പതിപ്പിക്കുകയാണ്. वो पवित्र आत्मा यहाँ पर प्रकट कर रहे कुछ लोगों की जिंदगी में यही वस्त्र वो पहने हुए हैं അത് വളരെ വ്യക്തമാണ് ആ കാഴ്ച. ये बहुत साफ है नजरिया ഇന്നു മുതൽ നിന്റെ ഹോളിനെസ് മാൻ, വിശുദ്ധിയുടെ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു. आपके अंदर से एक पवित्रता की व्यक्तित्व खड़ा हो ആ വസ്ത്രത്തിൽ നക്ഷത്രങ്ങൾ പോൽ ചിലത് उसी वस्त्र में तारे लगे हुए ഗ്രേഡുകളെ സൂചിപ്പിക്കുന്ന, वो अलग श्रेणी को दिखाते സ്പിരിച്വൽ ഗ്രേഡുകളെ സൂചിപ്പിക്കുന്ന, आत्मिक की उन्नति की श्रेणी दिखाते നിന്റെ അതോറിറ്റിയെ വെളിപ്പെടുത്തുന്ന आपकी अधिकार को दिलाते हैं പുത്തൻ വസ്ത്രങ്ങൾ ऐसे वस्त्रों को ആത്മാവ് കൈമാറുകയാണ്. आत्मा लोगों को प्रदान കരമൊന്ന് करे ഒരു മിനിറ്റ് ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ हाथ 1 मिनट ऊंचा करे ഞാൻ എന്റെ ദൂതിലേക്ക് കയറുന്നതേ ഉള്ളൂ. ये संदेश की ओर आ ही रहा हूं പക്ഷെ എന്നോട് ദൈവം പറയുന്നു, प्रभु कहते मुझसे വിശുദ്ധിയെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ पवित्रताई को प्रकट करने वाले एक पीढ़ी അൺക്ലീൻ സ്പിരിറ്റിനെ പുറത്താക്കാൻ, दुष्ट आत्माओं को बाहर निकालने के അശുദ്ധിയുടെ ആത്മാവിനെ अपवित्र आत्माओं को निकालने वाले ഇങ്ങനെ ഒരു അഭിഷേകം ഒതുക്കുന്നവർ വായി തുറന്നത് വിളിച്ച് कितना लोग इस अभिषेक चाहते हैं वो खोल ഉയർത്തി करके വിളിച്ച്, പരിശുദ്ധനേ, ऊंची आवाज में कहे हे पवित्र परमेश्वर you are holy one, वो आप पवित्र है you are holy one, आप पवित्र നീ है പരിശുദ്ധൻ, आप पवित्र है നീ പരിശുദ്ധൻ, आप पवित्र है നീ പരിശുദ്ധൻ. आप पवित्र है ഉയർന്നിരിക്കട്ടെ, കൈകൾ ഉയർന്നിരിക്കട്ടെ, अपने हाथों को ऊंचा करके रखे വായികൾ തുറന്നത് വിളിച്ച് കൈകൾ ഉയർന്നിരിക്കട്ടെ, आपकी हाथे ऊपर करके കൈകൾ खोल कर ഉയർന്നിരിക്കട്ടെ, കൈകൾ पुकारे। ഉയർന്നി ശദന ഹരഗ ഹദന ലമന പ്രവജ ഹൽകനാഥ രാധ ശദന റബദന ഹദുര മർദന ലദര ഹസ്തരാജ ലക്ഷനാഥന. കൈകൾ ഉയർന്നിരിക്കട്ടെ, കൈകൾ ഉയരട്ടെ. അടുത്ത ദൂതിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപ് ഈ വാക്യം ഇവിടെ തുറക്കാൻ ദൈവനോട് പറയുന്നു, प्रभु कहते हैं मुझसे ऐसे ही करने के लिए വിശുദ്ധി കൊണ്ട് ലോകത്തെ ജയിച്ചവർ, जो पवित्रताई से संसार को जीते വിശുദ്ധി കൊണ്ട് അശുദ്ധാത്മാക്കളെ ജയിച്ചവർ, पवित्रताई से दुष्टात्माओं को जीते बनो। ദൈവത്തിന് ദൈവമായി തന്നെ प्रभु अपने व्यक्तित्व में प्रकट होने के लिए എപ്പോഴും ഇറങ്ങി നിൽക്കാൻ കഴിയുന്നവർ. और हमेशा प्रकट होने के जैसे പിതാവേ, हे पिता ഈ വിശുദ്ധിയെ ഞങ്ങളുടെ മീതെ പകരണേ. ये पवित्रता हमारे ऊपर उंडेल दे പിതാവേ, हे पिता ഈ ഹോളിനെസ് ഞങ്ങളുടെ മീതെ തുറക്കണേ. पवित्रता प्रकट होने पर പിതാവേ, हे पिता അഭിഷേകത്തിന്റെ നിറവിൽ നിന്ന് अभिषेक की भरपूरी से ഗ്ലോറിയുടെ ഹോളിനെസ്സിനകത്തേക്ക്, महिमा की पवित्रता में प्रवेश करने के लिए മഹത്വത്തിന്റെ വിശുദ്ധിക്കകത്തേക്ക്, महिमा की पवित्रता में മഹത്വത്തിന്റെ വിശുദ്ധിക്കകത്തേക്ക് महिमा की अंदर की पवित्रता ഈ में ജനം ഇപ്പോൾ കയറട്ടെ. ये लोग प्रवेश करने पाए വായികൾ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, വിശുദ്ധി, मुंह खोलकर सब लोग कहे पवित्रताएं പരിശുദ്ധി, पवित्रताएं പരിശുദ്ധി. पवित्रताएं ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നുണ്ട് ये राजधानी में खड़े होकर ഭാരതത്തിന്റെ വടക്കോട്ടം, वो भारत की തെക്കോട്ടം, और दक्षिण കിഴക്ക് പടിഞ്ഞാറിലോട്ട് उत्तर पश्चिम पूर्व से വിശുദ്ധിയുടെ നദിയെ തുറക്കുകയാണ്. और विश्व पवित्रता की नदियों को खोल रहे हैं
ആ ഹോളിനെസ് തുറന്നു വരട്ടെ. पवित्रताई खुल जाए. വായികൾ തുറന്ന് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ. वो खोलकर एक मिनट प्रार्थना करें. പലരും ഇവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. कई लोग प्रचार के लिए आए. തിരുവെഴുത്തുകൾ പലരും ഉപയോഗിച്ചു. कई लोग वचन से प्रचार किया. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു. यशायाह की पुस्तक के बारे में कहा. പഴയ നിയമ ന്യായപ്രമാണങ്ങൾ വായിച്ചു. पुराना नियम की व्यवस्था से पढ़े हैं. പക്ഷെ വായിക്കുന്ന വാക്കുകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. जो वे पढ़ रहे थे मैं समझ पा रहा था क्या പക്ഷെ है. ഇന്നേ വരെ लेकिन आज तक എഴുതപ്പെട്ട തിരുവെഴുത്ത് जो लिखा हुआ वचन ആളത്വമായി എന്റെ മുമ്പിൽ വന്നിട്ടില്ല. मेरे सामने व्यक्तित्व के रूप में प्रकट नहीं हुआ നിങ്ങൾ है. ഇത് കേൾക്കുന്നുണ്ടോ? कितना लोग सुन रहे. ഇതിനു മുമ്പ് ഇവിടുത്തെ പുരോഹിതന്മാർ यहाँ के याचक लोग എഴുതപ്പെട്ട തിരുവെഴുത്ത് ഞങ്ങൾ കണ്ടു. लिखा हुआ व्यवस्था को हमने देखा. അവർ അതിൽ നിന്ന് പ്രസംഗിച്ചു. ये प्रचार किया जरूर. പക്ഷെ എന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഞാൻ എഴുതേണ്ടതിന്റെ കാര്യം लेकिन मैं क्यों निकल पड़ा है. പുസ്തകത്തിൽ എഴുതിയ തിരുവെഴുത്ത് जो पुस्तक में लिखा हुआ ആളത്വമായി മാനിഫെസ്റ്റ് ആയിരിക്കുന്നു. जो मनुष्य के रूप में बाहर प्रकट आया है. അവനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് मैं उन पर देख पाया हूँ. അഭിഷേകമല്ല, अभिषेक नहीं, അന്യഭാഷയല്ല. ये भाषा भी नहीं. അവനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് मैं जो उन पर देख पाया ദൈവത്തിന്റെ പരിശുദ്ധൻ, पवित्रताई की परमेश्वर की पुत्र ദൈവത്തിന്റെ പരിശുദ്ധൻ. परमेश्वर की पवित्र है. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ദൈവം എന്നോട് പറയുന്നു, मैं जब कह रहा हूँ ये वचन प्रभु कहते हैं ഇന്നു മുതൽ आज से നിങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്ന തിരുവെഴുത്തുകൾ जो आपके हाथों में लिख दिया हुआ वचन നിന്റെ അകത്ത് ആളത്വമായി എഴുന്നേറ്റ് നിൽക്കാൻ आपके പോകുന്നു. अंदर में एक व्यक्ति के रूप में प्रकट होने जा നിങ്ങളത് रहे हैं. കേൾക്കുന്നുണ്ടോ? आप सुन रहे क्या. ഇന്നലെ അരവിന്ദ് പാസ്റ്റർ വേർഡ് പറഞ്ഞു, अरविंद पास्टर कल ये वचन बोला था. പുസ്തകത്തിനകത്ത് തന്നെ ഇതിനെ നിർത്തരുത്. पुस्तकों में इसको सीमित ना रखे. ഇന്ന് അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. फिर से दोहराता हो എഴുതപ്പെട്ട जो വാക്കുകൾ, लिखा हुआ वचन എഴുതപ്പെട്ട जो തിരുവെഴുത്തുകൾ लिखा हुआ वचन ഹോളിനെസ് ആയി, पवित्रताई के तो ആളത്വമായി, व्यक्ति बन गए പരിശുദ്ധരായി पवित्र बन गए. നിങ്ങൾ ചുറ്റും എഴുന്നേറ്റ് വരുന്നു. आप में से बाहर निकले സ്വീകരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ जो स्वीकार करना ആ चाहते हैं വിശുദ്ധിയെ സ്വീകരിക്കുക. पवित्रताई को स्वीकार करें. മനുഷ്യൻ അടുക്കാൻ പറ്റാത്ത जो मनुष्य पहुंच नहीं सकते അകൽച്ചയിൽ നിന്ന ദൈവം जो दूर रहने वाले परमेश्वर ഇന്ന് ആളത്വമായി आज व्यक्ति बन गए നിന്നിലൂടെ ഇറങ്ങി വരുന്നു. में से प्रकट हो रहा है. കൈകൾ ഉയർത്തിപ്പിടിച്ച് അവനെ ഒന്ന് സ്വീകരിക്കുക. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്നും ഒരു നദി പൊട്ടി പുറത്തു വരുന്നു. मंदिर से निकला हुआ एक नदी जरूर അത് निकलते हैं. ഒഴുകുകയാണ്. वो बहती जा रही है. അത് ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികളുണ്ട്. जहाँ कहीं भी जाते हैं कई लोग जीवन पाते हैं. അരയോളമല്ല അവൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അളവിൽ അതുണ്ട്. कमर तक नहीं है, तैरने बिना पार नहीं हो सके वहां तक पहुंचे हैं. ഉമ്മരപ്പടിയിൽ നിന്നും ഒഴുകുന്ന ഒരു തുടക്കമാണ്. ये केवल एक शुरुआत है जो मंदिर से निकला है. പക്ഷെ ഞാൻ നിങ്ങളോട് ആവർത്തിക്കാം, मैं आपसे कहता हूँ ഇന്ന് ഉമ്മരപ്പടിയിൽ നിന്നും തുറന്നു വിടുന്ന ചെറിയ തുറക്കലികളെ കാണാനല്ല നമ്മൾ നിൽക്കുന്നത്. हम एक छोटा नदी जो मंदिर से निकला है ऐसा चीजों को देखने ആ नहीं आए. തുറക്കലികളിൽ ജനത്തിന് ആവേശമുണ്ടാകും. जरूर लोग उसको देख करके जो उत्साहित हो जाते हैं. പക്ഷെ ഇന്ന് പകൽ മുതൽ लेकिन आज से പരിശുദ്ധനായവനെ, पवित्रताई में रहने वाला നിന്നെയും നിന്റെ ദൈവത്തെ മാത്രം കണക്ട് ചെയ്ത് നിർത്തുന്ന, आप और आपकी परमेश्वर को एक साथ जोड़ने वाला നിന്റെ है സ്പിരിച്വൽ ആക്സസ് എപ്പോഴും ആക്റ്റീവായ, और आपकी आत्मिक स्तर हमेशा खुला हुआ एक स्थिति में. ഒന്നും കൂടെ പറഞ്ഞാൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നീ എപ്പോഴും ദാഹിക്കുന്ന, और हमेशा एक प्यास में रहने वाली अंदर से प्रार्थना करने वाली. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ और साफ कहने दे മനുഷ്യരോട് ഉച്ചരിച്ചു കൂടാൻ പാടില്ലാത്തതുമായ ഞരക്കങ്ങളെ ആരാകറിയുന്ന, जो मनुष्य को नहीं प्रकट करने वाले बातों से बोलने वाला पहचानने वाले परमेश्वर അനുവാദമില്ലാത്ത, जिसको अनुमति जरूरत नहीं है മറ്റൊരാളോട് പറയാനോ दूसरों को बोलने के लिए, മറ്റൊരാളിൽ വെളിപ്പെടുത്താനോ किसी को सामने प्रकट करने के लिए, മറ്റൊരാൾക്ക് തുറന്നു കൊടുക്കാനോ औरों को नहीं बताने के लिए അനുവാദമില്ലാതെ आपको अनुमति नहीं है. നിന്റെ ആത്മമനുഷ്യനിൽ आपके अंदर में जो നിനക്ക് मनुष्य മാത്രം ദൈവം തരുന്ന जो आपको सिर्फ प्रभु देने वाले രഹസ്യ അജണ്ടകളെ भेदों की बातों को ആക്റ്റീവ് ആക്കുന്ന उसको एक्टिव करने ആ के लिए സ്പിരിറ്റ്മാരെ, वो आत्मिक मनुष्य को, അപ്ഡേറ്റഡായ वो अपडेटेड व्यक्ति को, ആ സ്പിരിറ്റ്മാരെ वही आत्मिक मनुष्य നീ को എപ്പോഴൊക്കെ जब भी ये തിരുവെഴുത്തുമായി നിൽക്കുമോ वचन खोलते हैं അപ്പോഴൊക്കെ तभी ആ ഹോളിവൻ പുറത്തു വരും. वो खोल कर बाहर आएंगे. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? आप കിतने लोग मेरे വായി साथ? തുറന്നവന് ഒരു ആമേൻ പറഞ്ഞു. वो खोल कर आमेन कहे. ആമേൻ. आमेन. വായി തുറന്നവന് ഒരു ആമേൻ പറഞ്ഞു. वो खोल कर आमेन कहे. എന്നോട്
ദൈവാത്മ പറയുന്നു, पवित्र आत्मा कहते हैं, ഒരാളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. और ऐसी बात जो लोगों के सामने हम बताते हैं वो समझ नहीं पाते हैं. നിന്റെ രഹസ്യ മുറിയിൽ ദൈവം നിന്നോട് മാത്രം സംസാരിക്കുന്ന, आपकी प्रार्थना की कमरा में सिर्फ आपको प्रभु जो बताई हुई बात, വേറെ ഒരാളോട് പറയാൻ നിനക്ക് അനുവാദമില്ലാത്ത, आपको अनुमति नहीं है वो बात किसी और को बोलने के लिए. എല്ലാ ദിവസവും സ്പിരിച്വൽ എക്സസൈസുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, और उसी प्रकार आत्मिक एक्सरसाइज करने रहने वाले लोग, സ്പിരിച്വലി അപ്ഡേറ്റഡ് ആയ, और आत्मिक रूप से अपडेट पाए हुए व्यक्ति, നിന്റെ ഉള്ളിലെ आपके अंदर की वो अनुभव, പരിശുദ്ധനായവൻ, वो पवित्रताई में रहने वाला അത് ഹിഡനാണ്, वो छिपा हुआ है, അവതരിപ്പിക്കാൻ കഴിയാത്തതുപോലെ അകത്ത് वो നിറഞ്ഞിരിക്കുന്നതാണ്. बाहर में आप प्रकट नहीं कर पाएंगे लेकिन अंदर में भरा हुआ है. ഒരു സംശയം പോലും ഇല്ലാതെ कोई संदेह के बिना 100% ഗ്യാരണ്ടിയോടെ 100% गारंटी के ഈ साथ വേർഡ് ഞാൻ നിങ്ങൾക്ക് തുറക്കുകയാണ്. मैं यहाँ पर खोल रहा हूँ ये वचन. അടുത്ത പകലുകൾ अगले दिनों में നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന വേദികളിൽ जहाँ पर आप खड़े होते हैं, നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധനായവൻ എഴുന്നേറ്റ് നിൽക്കും. आपके अंदर में राज्य करने वाला पवित्र परमेश्वर प्रकट होगा. നിങ്ങളുടെ ശബ്ദമായിരിക്കില്ല ജനം കേൾക്കുന്നത്, लोग आपकी आवाज नहीं सुनेंगे, നിന്നിലെ പരിശുദ്ധനായവൻ आपके अंदर में पवित्र परमेश्वर जो നിന്നെ है, ആയിരിക്കില്ല ജനം കാണുന്നത്. लोग आपको नहीं देखेंगे. നിക്സൺ സണ്ണി എന്ന് പറഞ്ഞ ആൾ സ്റ്റേജിൽ കാണുമായിരിക്കും, निक्सन सन्नी स्टेज में जरूर खड़ा होगा, നിക്സൺ പ്രസംഗിക്കുമായിരിക്കും, निक्सन जरूर प्रचार പക്ഷെ करेंगे, ജനം കാണുന്നത് लेकिन लोग क्या देखेंगे? എന്നിലെ പരിശുദ്ധനായവൻ. मेरे अंदर में पवित्र परमेश्वर को देखेंगे. പ്രാർത്ഥനയുടെ ഏതോ മണിക്കൂറുകളിൽ, प्रार्थना की कई घंटों में, ആരാധനയുടെ ഏതോ മണിക്കൂറുകളിൽ, आराधना की कई समय में, 5-10 മണിക്കൂറുകൾ കഴിയുമ്പോൾ 5-10 घंटों के बाद, നിന്റെ മുമ്പിൽ തുറന്നു വരുന്ന സാധ്യതയുള്ള ഒരു ആത്മബലമുണ്ട്. और आपके सामने खुलकर आने वाले एक आत्मिक वातावरण പക്ഷെ होता है. ദൈവം പറയുന്നു, लेकिन प्रभु कहते हैं, പരിശുദ്ധനായവന് पवित्र परमेश्वर 10-12 മണിക്കൂർ കഴിഞ്ഞ് നീ ആക്സസ് ചെയ്യുന്ന ആ ആത്മബലത്തെ 10-12 घंटे के बाद मिलने वाली जो उपस्थिति को, എപ്പോഴൊക്കെ നീ തിരുവെടുത്തുമായി നിൽക്കുമോ, जब भी आप वचन खोलते हैं അപ്പോഴല്ലോ तब भी നിന്നിലെ പരിശുദ്ധനെ आपके अंदर की पवित्र ജനം കാണത്തൊക്കെ അളവ് लोग देखने के लाए. ഇത് മകൾ വിശ്വസിക്കവരെ विश्वास करें, നിന്നിലെ പരിശുദ്ധ പുറത്തു വരട്ടെ. आपके अंदर में राज्य करने वाला पवित्र परमेश्वर കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് हाथ उठाए. ഒരു മിനിറ്റ്